ജീവിതത്തിലുടനീളം പിന്തുടർന്ന തടസ്സങ്ങളെ അതിജീവിച്ച് ഉയർച്ചയുടെ പടവുകൾ കയറിയ ഒരു സംഗീതജ്ഞനാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പങ്കെടുക്കുന്നത്. മലയാളത്തിന് ഒരുപിടി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം സാന്ത്വന സംഗീതവുമായി ദേശാടനം നടത്തുന്നു. പയ്യന്നൂരിനടുത്ത് കൈതപ്രം എന്ന കൊച്ചു ഗ്രാമത്തിന് തൻ്റെ പ്രശസ്തി അത്രയും നൽകിയ ശ്രീ ദാമോദരൻ നമ്പൂതിരി. കേരളത്തിൽ എപ്പോഴും ഈ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അതുപോലെ ദളിത് പിന്നാക്ക സമുദായങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഏറ്റവും ന്യൂനപക്ഷമായ നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കാറില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെ ആകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. ഇത് എൻ്റെ ജീവിതം മാത്രമല്ല, വലിയ സമൂഹത്തിൻ്റെ ഒരു ജീവിതം കൂടിയാണ്. അല്ലെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ നടക്കുന്ന ഈ ചർച്ചകളുണ്ടല്ലോ, അത് ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അത് ഇങ്ങനെ അല്ല നടക്കേണ്ടത്, യഥാർത്ഥ ന്യൂനപക്ഷം അതൊന്നും അല്ല എന്നുള്ളൊരു ചിന്ത അലട്ടുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഞാൻ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ അവകാശങ്ങളെ തീരെ നിഷേധിക്കുന്ന ആളല്ല. അല്ല, നമ്പൂതിരിമാരും ന്യൂനപക്ഷമാവണം എന്നുള്ള ന്യൂനപക്ഷക്കാരിൽ കൂട്ടണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും ഈ ന്യൂനപക്ഷം എന്നുള്ള വിഭാഗത്തിന് എപ്പോഴും ഒരു നല്ല കണ്ണോട് കാണണം എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അല്ല, ആ കണ്ണിലൂടെ നോക്കിയാൽ ഈ കേരളത്തിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമം ആത്യന്തികമായിട്ട് കേരളത്തിന് ഗുണമാണോ ചെയ്തത്? താങ്കൾ സ്ഥലം നഷ്ടപ്പെട്ട ഒരു ഇല്ലത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ചോദിക്കുക. തീർച്ചയായിട്ടും അത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ പോലെ ഞാൻ എൻ്റെ അനുജനോടൊപ്പം ഇല്ലത്ത് നിന്ന് നാടുവിടാൻ കാരണം വാസ്തുവിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടാണ്. കാരണം പിന്നെ എനിക്ക് തോന്നി എപ്പോഴോ ആരോ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഭൂമിയുടെ അവകാശമായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ അനിയനോട് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പിന്നത്തെ കാഴ്ച കുറച്ച് സങ്കടമായിരുന്നു. കാരണം നമുക്ക് അവകാശപ്പെട്ട ഭൂമി പലപ്പോഴും വളരെ കുറച്ചാണെങ്കിൽ പോലും അത് അവർ വിൽക്കുകയും, ഇത് കൃഷി അവകാശത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള അവർ വിൽക്കുകയും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവുകയും വയലുകൾ മുഴുവൻ കെട്ടിടങ്ങൾ നിറയുകയും ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ദാരിദ്ര്യവും അതുപോലെ അവഗണനയും ഒക്കെ അനുഭവിച്ച് വളരുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായിട്ട് ചില ഉത്തമ ബോധ്യങ്ങളുണ്ടാവും. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഈ ആളുകളെ നോക്കി വോട്ട് ചെയ്യുക എന്നതൊക്കെയാണ് താങ്കളുടെ രീതി. അതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എനിക്ക് അന്നേ എൻ്റെ ലക്ഷ്യം സംഗീതവും സാഹിത്യവും മാത്രമാണ്. എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നു. എൻ്റെ വർഷങ്ങൾ പോയതറിയാതെ എന്ന് വയലാറൊക്കെ എഴുതിയ പോലെ എനിക്ക് എൻ്റെ കാലത്തെ പറ്റി ഇപ്പം ഞാൻ സാധാരണ ഒപ്പിടുമ്പോൾ പോലും എൻ്റെ ഡേറ്റൊക്കെ മാറിപ്പോകാറുണ്ട്. പ്രസ്ഥാനങ്ങളോട് എനിക്ക് വളരെ എൻ്റെ ഉള്ളിൽ ഇഷ്ടങ്ങൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പുറത്ത് കാണിക്കത്തക്ക രാഷ്ട്രീയം എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട്. ഭാര്യയും മക്കളുമൊക്കെ ആയി നന്നായി ജീവിക്കുന്ന ഒരാളോട് ചോദിക്കാവുന്ന ചോദ്യമായിരിക്കില്ല. എങ്കിലും താങ്കളുടെ ആദ്യ പ്രണയിനിയെ നഷ്ടപ്പെട്ടത് താങ്കളുടെ ദാരിദ്ര്യം കൊണ്ടാണ്. ഒരുപക്ഷെ അന്ന് തന്നെ കുറച്ചുകൂടി സാമ്പത്തികാവസ്ഥ മെച്ചമായിരുന്നെങ്കിൽ അവരെ താങ്കൾക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ വേറൊരു രീതിയിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. എപ്പോഴും കല്ലുക്കൾ ഈറം എന്നാണ്. ഇതെപ്പോഴാണോ അടിക്കപ്പെടുന്നത്, എപ്പോഴാണോ അത് പൊട്ടുന്നത്, അപ്പോഴേ അത് ഒഴുക്ക് വരുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അത്തരം അടികൾ ഒരു ജലത്തിൻ്റെ ഒഴുക്കുണ്ടാക്കാനാണ് എനിക്ക് ഉപകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നും ആലോചിക്കാറില്ല. ഞാൻ അതിനെക്കാൾ എനിക്ക് ചിലപ്പോൾ ഞാനൊരു സുഖമാനായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സംഗീതമോ ഞാൻ ഉദ്ദേശിക്കുന്ന സാഹിത്യമോ മുമ്പോട്ടുള്ള യാത്രയോ അതിനുള്ള ഒരു സംഘർഷം അതിജീവിക്കാനുള്ള ശക്തിയോ എനിക്കുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു സംഘർഷം താങ്കൾക്ക് പാട്ടെഴുത്തിലും വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജന്മനാ കവിയായ ഒരാൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒരുപക്ഷെ ഇത് ചെയ്യാൻ കഴിയും, അത്രയും കഴിവ് എനിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പാട്ടെഴുത്തിൽ ഞാൻ വളരെ മോശമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഭാസ്കരൻ മാഷയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ പാട്ടൊക്കെ വളരെ ദൂരെയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരുപിടി ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഒരാൾക്ക് സ്വന്തം ഗാനങ്ങളെ സംബന്ധിച്ചൊരു അഭിമാന ബോധത്തിന് അവകാശമില്ലേ? ഉണ്ട്. അതിപ്പം എത്ര ആൾക്കാർക്കും, എത്ര വലിയ ആൾക്കും ഗാനങ്ങളെ സംബന്ധിച്ച് ഒരു പിടി ഗാനങ്ങളെ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. എല്ലാവരും പാടുന്ന, ഇപ്പം ഈ പറഞ്ഞ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർക്ക് പോലും
ഒരു 10 20 ഗാനങ്ങളായിരിക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു സാധനം. എനിക്കൊരു 5 എണ്ണം എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. പൊതുവെ കവികൾക്ക് കവിത എഴുതുന്നത് കുറച്ചും കൂടെ വലിയ ഒരു സർഗാത്മക പ്രവൃത്തിയാണെന്നും ഈ പാട്ട് എഴുതുന്നത് അത്രത്തോളം വരുന്നതല്ല എന്നും ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ ONV പോലും അദ്ദേഹത്തിൻ്റെ ഒരു കവി എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ്, പാട്ട് കൂടെ എഴുതുന്നു, ഒരു ആധേയം എന്നുള്ള നിലയിലൊക്കെ കാണുന്നുള്ളൂ. അതുപോലെ ശാസ്ത്രീയ സംഗീതം അറിയാവുന്ന ആളുകൾക്ക് ലളിത സംഗീത ശാഖയോട് തന്നെ ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. ഈ ഒരു മനോഭാവത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താ തോന്നിയിരിക്കുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല. കാരണം ലളിത സംഗീതം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ LPR ഒക്കെ മഹാനായിട്ടുള്ള ഗായകനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നന്നായിട്ട് ലളിത സംഗീതം കൈകാര്യം ചെയ്തു, പാടി ചെയ്തു. അപ്പോൾ പറന്ന് എന്നുള്ള പാട്ടൊക്കെ ഓർമ്മയുണ്ടത്. വലിയ കട്ടിയുള്ള ശാസ്ത്രീയ സംഗീതത്തിനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഒന്ന്, ഈ ലളിത സംഗീതത്തിനുള്ള ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ ഒരു സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നത്, വളരെ ചെറിയ പദങ്ങൾ, വളരെ സാധാരണമാണെന്ന് തോന്നുന്ന പദങ്ങൾ ഒരു 3-4 അടുക്കി വെക്കുമ്പോൾ വിശ്വോത്തരമായ ഒരു ആശയം ഉണ്ടാകുന്നുണ്ട്. എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങ എന്ന് പറയുമ്പോൾ അതൊരു എൻ്റെതല്ല എന്ന് തോന്നുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു. അല്ല, അപ്പോഴെങ്കിലും ഒരു പാട്ടെഴുത്തുകാരൻ എന്ന നിലയിൽ നിന്ന് വിട്ട് ഒരു കവി എന്ന നിലയിലേക്ക് ഉയരുന്നതായി തോന്നുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത് കവിത ഏറ്റവും പ്രധാനം തന്നെയാണ്. ഇനിയിപ്പോൾ ഗാനത്തിൽ വെറും വാക്കുകൾ പോരാ, ശരിക്കൊരു ഒരു സംഘാതം ഉണ്ടാവണം, അതിനകത്തൊരു കവിതയുടെ ഒരു വിസ്ഫോടനം ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ മറ്റുള്ളവരുടെ സംഗീതം, അതുപോലെ മറ്റുള്ളവർ എഴുതിയ വരികൾ, ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ സ്വാധീനിക്കാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ അങ്ങനെ ശ്രദ്ധിക്കാതെ അതിൻ്റെ സ്വാധീനത്തിൽ പെടാതെ പോകാൻ കഴിയുമോ? അങ്ങനെ പോകാനൊന്നും കഴിയില്ല. കാരണം എങ്ങനെയാണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഭാസ്കർ മാഷോ ONV സാറിനോ വയലാറിനോ കണ്ടില്ല എന്ന് അടിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ അവരുടെ മണ്ണ് നമ്മൾ സ്വീകരിക്കും, പക്ഷേ കലം എൻ്റെതാവണം. ആ മണ്ണുകൊണ്ടാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വേറൊരു കലമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു പാത്രമാണ് ഞാൻ സൃഷ്ടിക്കുന്നതെന്ന് തോന്നാറുണ്ട്. Different people, one home. ManoramaOnline.com, your home